അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കേക്കിന്റെ റെസിപ്പിയാണ്. നമ്മുടെ വീടുകളിൽ എപ്പോഴും സാധാ കാണുന്ന ചേരുവകൾ വെച്ചിട്ട് ചെയ്തിട്ടെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഗോതമ്പ് പൊടിയും ശർക്കരയും വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ബീറ്റർ ഓവനും ഒന്നും തന്നെ ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. കുറഞ്ഞ ചേരുവകൾ മാത്രം മതിയിട്ട് നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവിൽ പാൽ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 250 ml പാലാണ്. അപ്പോൾ ഈ പാല് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ബട്ടർ മിൽക്ക് റെഡിയാവും. അപ്പോൾ ഇത് നമുക്ക് ഒരു 5-10 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു കേക്കിലേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 250 ml ഒരു കപ്പിൽ കറക്റ്റ് 1 കപ്പ് ശർക്കര ഞാൻ പൊടിച്ചിവിടെ എടുത്തിട്ടുണ്ട്. ഈ ശർക്കര പൊടിച്ചത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഓയിലും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ശർക്കര ഇളക്കി കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ കട്ടകൾ പോലെ ഇതുപോലെ വരാൻ തുടങ്ങും. അത് നമ്മളൊരു 3-4 മിനിറ്റ് വിസ്ക് വെച്ചിട്ട് ഇളക്കുമ്പോഴത്തേക്കും തന്നെ ആ കട്ടയൊക്കെ നമുക്ക് മാറി കിട്ടും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ആ കട്ടയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുത്താൽ മതി. മിക്സിയിലിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കി എടുക്കുമ്പോഴത്തേക്കും ശർക്കരയുടെ ഒരു കട്ടയൊക്കെ നമുക്ക് മാറി കിട്ടും. ഓയിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്ക് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ബട്ടർ മിൽക്കും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് അലിഞ്ഞു കിട്ടുന്നതാണ്. നല്ല പോലെ തന്നെ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നല്ല പോലെ തന്നെ ശർക്കരയൊക്കെ ഇതിൽ അലിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല പോലെ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ്. 250 ml ഒരു കപ്പിൽ കറക്റ്റ് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ 1/2 ടീസ്പൂൺ അളവുള്ള സ്പൂണാണ്. ഇതിലൊരു 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്കിതൊന്ന് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമ്മൾ പൊടികളെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം കുറേശ്ശായിട്ട് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ പൊടികളെല്ലാം കൂടെ നല്ലപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒന്ന് അരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പൊടികൾ ചേർത്തിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇനി ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാറ്ററിൻ്റെ ഒരു പരുവത്തിനനുസരിച്ച് നമുക്ക് 2-3 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പാല്. വീണ്ടും ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ എടുക്കുന്ന പൊടികളുടെ അനുസരിച്ച് ഇതുപോലെ പാല് ചേർത്ത് കൊടുക്കുന്നതിൽ കുറച്ചൊരു വ്യത്യാസം വന്നിരിക്കും. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് നമ്മുടെ ഒരു ബാറ്റർ ഇരിക്കേണ്ട ഒരു പരുവം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പാല് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടി മാവൊന്ന് കട്ട് ചെയ്തുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂണും കൂടെ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇരിക്കേണ്ടത് ഈ ഒരു പരുവത്തിനാണ്. ഒരുപാട് അതങ്ങ് കട്ടിയായിട്ട് പോവരുത്. കറക്റ്റ് നമ്മൾ ഈ ഒരു പരുവത്തിന് കേക്കിന്റെ ബാറ്റർ ആക്കിയിട്ട് എടുക്കുക. ഈ ഒരു കേക്ക് ടിന്നിലേക്ക് ഞാൻ ഇതുപോലെ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ കേക്ക് ടിന്നിന്റെ എല്ലാ സൈഡിലും നന്നായിട്ട് ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം. ഓയിൽ ഞാൻ ഈ ടിന്നിന്റെ എല്ലാ സൈഡിലും നല്ല പോലെ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ഈ ഒരു കേക്ക് ബേക്ക് ആയിട്ട് വരുമ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഈന്തപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈന്തപ്പഴം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇതുപോലെ മുകളിലിട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് വെളുത്ത എള്ളും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വിതറി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ബേക്ക് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ്. ഈ ഒരു പാത്രം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5-6 മിനിറ്റ് ഞാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ ഞാനൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അതുപോലെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലെയുള്ള പാത്രത്തിലാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നതെങ്കിൽ ഈ ഒരു അടുപ്പിലുള്ള ഹോൾ നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ആവി വെളിയിലേക്ക് പോയിട്ട് കുറേ ടൈം എടുക്കും നമുക്ക് ബേക്കായി വരാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 55 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതുപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം അകം നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റിക്ക് ഇവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അകം നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാനിതൊരു 35 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ഇട്ട് കൊടുത്ത ഈന്തപ്പഴമൊക്കെ ചെറുതായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇട്ട് കൊടുത്ത ഈന്തപ്പഴമാണ് കേട്ടോ ഈ മുകളിൽ പൊങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഓവനിലല്ലാതെ നമ്മൾ ഇതുപോലുള്ള പാത്രങ്ങളിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളൊക്കെ എടുക്കുന്ന ഒരു പാത്രങ്ങളുടെ അനുസരിച്ചിരിക്കും നമുക്കിത് ബേക്കായിട്ട് വരാൻ എടുക്കുന്ന ഒരു സമയവും. അപ്പോൾ ഇനി കേക്ക് നല്ലപോലെ തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ കേക്ക് ടിന്നിൽ നിന്ന് വെളിയിലേക്ക് എടുക്കാം. ഈ ഒരു ബട്ടർ പേപ്പറും കൂടെ നമുക്കങ്ങ് എടുത്ത് കളഞ്ഞേക്കാം. അപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഗോതമ്പ് പൊടി ശർക്കരയും വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.